ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിതു കടന്നിടുമോ? കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ഹായിതല്ലോ മോക്ഷ വഴി. കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്നേശു വന്നിടുമേ. മുട്ടുകൾ തീർത്തിടും, കണ്ണുനീർ തുടയ്ക്കും, ദുഃഖമെല്ലാം തീർത്തിടുമേ. എൻ്റെ കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്നേശു വന്നിടുമേ. എൻ്റെ കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്നേശു വന്നിടുമേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. കരുണാസമ്പന്നനെ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനെ, വാക്ക് പറഞ്ഞാൽ മാറാത്ത ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലം അല്പസമയം ഉറങ്ങി ഉണർന്ന് കർത്താവിൻ്റെ പാദപിടം ചാർന്നിരിപ്പാൻ സഹായിച്ചതോർത്ത് നന്ദി പറയട്ടെ. സുബോധത്തോടും ആരോഗ്യത്തോടും എഴുന്നേൽപ്പിച്ചല്ലോ, കൈകാലുകൾക്ക് ബലം തന്നല്ലോ, ഓർമ്മയും ബുദ്ധിയും തന്നല്ലോ, പരിശുദ്ധാത്മാവിനാൽ നിറച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകിത്തരേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്, ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളുണ്ട്. ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കട്ടെ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് സകലത്തിനും മതിയായ ദൈവമാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി തരുന്ന ദൈവമാണ്. ഞങ്ങളെ സ്നേഹിച്ച് കരുതി മാനിക്കുന്ന ദൈവമാകിയാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെ ഏൽപ്പിക്കുക. ജീവിത പങ്കാളി, കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ, എൻ്റെ കർത്താവ് ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവന മാർഗം എല്ലാം തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ. എല്ലാം അവിടുത്തെ ദാനമാണ്. ഇന്നുവരെ ഞങ്ങളെ കരുതി, വീണ്ടും ഞങ്ങളെ കരുതുവാൻ സർവ്വശക്തനാ. അങ്ങയുടെ ബലമുള്ള കാര്യങ്ങളിലോട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ബലവാനെ, ഞങ്ങളെ ശക്തീകരിച്ച് സഹായിച്ച് ക്ഷീണം ഭാരം മാറ്റി സമാധാനത്തിൽ കാത്തോണേ. അങ്ങയുടെ വലിയ കൃപകളെ തന്ന് ഞങ്ങളെ നിരന്തോറും നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സൗഖ്യത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ വിദ്യാഭ്യാസം ഏറ്റവും ശ്രേഷ്ഠകരമാകണം. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ പ്രയത്നിക്കുന്ന മക്കൾ, അവരോടും കർത്താവ് മനസ്സലിയണം, കരുണ തോന്നണം. റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾ, ആമേൻ. വിസ ലഭിക്കേണ്ട കുഞ്ഞുങ്ങൾ, ഹാലിൽ വിസയ്ക്ക് വേണ്ടി കർത്താവെ വിസ ലഭിച്ച മക്കൾ, ആമേൻ. ടിക്കറ്റ് ലഭിക്കേണ്ട കുഞ്ഞുങ്ങൾ, PR വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ, എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, എൻ്റെ സ്വർഗത്തിലെ ദൈവം ഓരോ മക്കളെയും അറിയുന്നതോർത്ത് സ്തോത്രം. നീ വഴിവാതിൽ തുറന്നു കൊടുക്കുന്ന ദൈവമാ. തടസ്സങ്ങൾ, മുടക്കങ്ങൾ മാറ്റണമേ തമ്പുരാനെ. തൻ്റെ മക്കളോട് കരുണ കാണിക്കണമേ. ജയത്തോടെ നടത്തണമേ കർത്താവേ. ദൈവത്തെ അറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അരുതാത്തതിലൊന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കരുത് കർത്താവേ. ദുഷ്ട കൂട്ടുകെട്ടിൽ നിന്നൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിച്ചു കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ കാത്തോണേ കർത്താവേ. ഞങ്ങളുടെ പൈതങ്ങളെ വളർത്തിത്തരണമേ കർത്താവേ. ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കണേ അപ്പാ. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും കരുതിക്കൊള്ളണമേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ. ജോലി ചെയ്യുന്ന മക്കളെയെല്ലാം ശക്തിയോടെ ബലത്തോടെ കാത്തോണേ. സമാധാനമായി ജോലി ചെയ്യാൻ ഇടയാക്കണമേ. നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഉള്ളതുപോലെ കാണുന്ന കർത്താവേ, എല്ലാ വഴിയും വാതിലും കർത്താവ് തുറന്നു കൊടുക്കുന്നവർക്ക് സ്തോത്രം. എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് നന്ദി പറയുക കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നന്മകളൊക്കെയും ശത്രുവായവൻ തടഞ്ഞു വെച്ചെങ്കിൽ സ്വർഗത്തിലെ ദൈവമേ, ആമേൻ, അതിനപ്പുറമായി നീ നൽകിത്തരുവാൻ കഴിവുള്ള ദൈവമാകിയാൽ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളിൽ ലജ്ജിച്ചു പോകാൻ അനുവദിക്കാതെ അനുഗ്രഹിക്കപ്പെട്ട വഴി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തോണേ. സമാധാനത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിപ്പാൻ അവസരം കൊടുക്കണമേ കർത്താവ്. ദൈവമായ കർത്താവ്, വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കും. തക്ക തുണി ഒരുക്കണം, അവരുടെ വിവാഹം നടക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിച്ചാട്ടപ്പ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചോണേപ്പ. മാസം തികയോളം കൂടിയിരുന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഓരോ മക്കളെയും പോക്കലും വരവിലും വാഹനയാത്രയിലും വഴിയാത്രയിലും കൂടെ ഇരിക്കണമേ. വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും കരം ചേർത്ത് പിടിച്ചോണേ. ഓരോ മക്കളുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞ് സ്വർഗം കരുതിക്കൊള്ളുമാറാകണമേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണമേ. പുതിയ നന്മയും അനുഗ്രഹം കൊടുത്ത് നിറച്ചു കൊള്ളണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഓരോ മക്കളുടെയും യാത്രകളിൽ കൂടെ ഇരുന്നോണേ അപ്പ. ആകാശം കയറി യാത്ര ചെയ്യുന്നവർ, കരയിൽ കൂടി യാത്ര ചെയ്യുന്നവർ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്നവർ എല്ലാം കർത്താവിൻ്റെ ഉള്ളം കരത്തിൽ വഹിച്ചോണം അപ്പ. ദൈവമായ കർത്താവ്, ഈ സമയം മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന അനേക ജീവിതങ്ങൾ, മ്ലേച്ഛമായ വഴികളിൽ കൂടി നടക്കുന്നവർ, അനേക പൈതങ്ങൾ, മാതാപിതാക്കളെ അനുസരിക്കാതെ, വിദ്യാഭ്യാസം പൂർത്തീകരിക്കാതെ, ഫോണിന് അടിമപ്പെട്ട്, കൂട്ടുകാർക്ക് അടിമപ്പെട്ട് കർത്താവേ, മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട് കഴിയുന്നവരുണ്ട് കർത്താവേ. പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ചു തരിക. ഉള്ളതുപോലെ കാണുന്ന ദൈവം അവിടുന്ന്, രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള ദൈവം അവിടുന്ന്. എല്ലാ കുഞ്ഞുങ്ങളോടും മനസ്സലിവ് കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികളെ രൂപാന്തരപ്പെടുത്തണമേ. അനേക കുടുംബങ്ങൾ കണ്ണുനീരിലായിരിക്കുന്നല്ലോ. അനേക സഹോദരിമാർ, മാതാപിതാക്കൾ കരയുന്നല്ലോ. തമ്പുരാനെ അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ അപ്പ. അവിടുന്ന് താമസിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഹല്ലേലൂയ. ഓരോ ഉപജനമാർഗത്തെയും സ്വർഗത്തിലെ അപ്പച്ചൻ വാഴ്ത്തി അനുഗ്രഹിച്ചാട്ട്. ചെറുതും വലുതുമായ എല്ലാ ഉപജനമാർഗം സ്വർഗം മാനിച്ച് ആരുടെയും മുൻപിൽ കൈനീട്ടാതെ, ആരുടെയും മുൻപിൽ തലകുനിക്കാതെ വേണ്ടുന്നത് ഓരോ മക്കൾക്കും കൊടുത്ത് പോറ്റി പുലർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. ചെറുതും വലുതുമായ ബിസിനസ്സുകാരെ ഒരു കഷ്ടനഷ്ടം കൂടാതെ മുൻപോട്ട് ജീവിപ്പാൻ ദൈവം അവരെല്ലാം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവ്, ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ ഏൽപ്പിക്കുക. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ. സൗഖ്യം കാത്തു കിടക്കുന്ന ഓരോ മക്കൾക്കും കൊടുത്ത് അത്ഭുത സൗഖ്യം നൽകണമേ. എല്ലാ രോഗികളെയും പേരുപേരായി സമർപ്പിക്കുന്ന കർത്താവേ. ഉള്ളതുപോലെ കാണുന്ന ദൈവം അവിടുന്ന്, ഉള്ളതുപോലെ അറിയുന്ന കർത്താവ് അവിടുന്ന്. അങ്ങയുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ പോലും സൗഖ്യം പുറപ്പെടുമല്ല കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. കാൽവരി ക്രൂശിലെ രക്തത്താൽ മുദ്ര വയ്ക്കണമേ. ഓരോ മക്കളിലും കൊടുത്ത് ശക്തി പുറപ്പെടുപ്പിക്കണേ കർത്താവേ. ഹല്ലേലൂയ. സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിനായി സഹായിച്ചാട്ട് കർത്താവേ. മനസ്സലിവുള്ള ദൈവമേ, കരുണ കാണിക്കുന്ന കർത്താവേ, വിടുതൽ പ്രാപിച്ച് കർത്താവിനെ സാക്ഷീകരിപ്പാൻ സഹായിക്കണം. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്ന നാഥ, ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പച്ചൻ്റെ പക്കലാണ്. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഓരോ ഹൃദയത്തിനും വേണ്ടുന്ന ആശ്വാസം നൽകണം. പ്രത്യാശയോടെ മുൻപോട്ട് ജീവിപ്പാനുള്ള കൃപയും കൊടുത്ത് സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണം. എൻ്റെ ചുറ്റുപാടുകളെ അനുഗ്രഹിക്കണേ. അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും കാത്തോണേ കർത്താവേ. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് കാത്തുകൊള്ളണം. എല്ലാ അനുഗ്രഹങ്ങളും പകരണം. അവരുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ മനസ്സലിവ് കാണിക്കണം. തമ്പുരാനെ, നീ അത്ഭുതവാനാ, വീരനാ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ. ഹല്ലേലൂയ. ആരെല്ലാം മറന്നാലും നീ മറക്കാത്ത ദൈവമാ. തൻ്റെ കുഞ്ഞുങ്ങളെ ഓർക്കണമേ കർത്താവേ. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിഷയത്തിന് നടുവിൽ സ്വർഗം ഇറങ്ങണമേ കർത്താവേ. നീറിപ്പുകയുന്ന വിഷയത്തിന് നടുവിൽ സ്വർഗം ഇറങ്ങണമേ കർത്താവേ. ആമേൻ. അവരുടെ വിഷയത്തിന് മറുപടിയുമായി സ്വർഗം ഇറങ്ങിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. തർക്ക വിഷയമുണ്ട് കർത്താവേ. കേസ് സംബന്ധമായി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. നീറിപ്പുകയുന്ന ചില വിഷയത്തിന് നടുവിൽ ഭാരപ്പെടുന്നവരുണ്ടപ്പാ. ആരാലും പരിഹരിക്കപ്പെടാൻ മേലാത്ത വിഷയത്തിന് നടുവിൽ സ്വർഗത്തിലെ അപ്പൻ പ്രവർത്തിക്കും. നിശ്ചയമായും അത് അത്ഭുതമായി നടക്കും. സ്വർഗമേ, ഞങ്ങളെ ഏൽപ്പിച്ചു തരികയാണ്. മനസാന്തരത്തിൻ്റെ അനുഭവത്തിലായിത്തീരേണ്ട ജീവിതങ്ങളെയൊക്കെ കർത്താവ് ആക്കി തീർക്കണമേ. രൂപാന്തരം കൊടുക്കണമേ കർത്താവേ. പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കൾക്ക് വലിയൊരു സന്തോഷം പങ്കുവയ്ക്കുവാൻ തക്കണം കൃപ ചെയ്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം കർത്താപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളായിരിക്കുന്ന രാജ്യങ്ങളെ അനുഗ്രഹിക്കണമേ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ ഞങ്ങളെ വിടുവിച്ചാട്ട് കർത്താവേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ. സുവിശേഷ വേല നിമിത്തം കഷ്ടമനുഭവിക്കുന്നവരെ വിടുവിക്കുമാറാകണമേ കർത്താവേ. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാ. ഈ നാമം വളരണം, ഈ നാമം ഉയരണം കർത്താവേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവ്. ഇത്തെ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ മറച്ചാട്ട്. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ഞങ്ങളെ ജീവിപ്പാൻ സഹായിച്ചാട്ട്. ഞങ്ങളുടെ ഇഷ്ടം ജീവൻ ഞങ്ങളെ സഹായിച്ചാട്ട്. എല്ലാ നന്മകളാലും നിറയ്ക്കണേ, മഹത്വം എടുക്കണേ. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.